ഓണം ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായി നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മാവേലിയാണല്ലേ. പണ്ട് മഹാബലി എന്ന ധർമ്മിഷ്ഠനായ അസുര രാജാവ് ഉണ്ടായിരുന്നു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും സുവർണ നാളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. പ്രജകളുടെ സന്തോഷത്തിൽ ദേവന്മാർക്ക് അസൂയ തോന്നി. അങ്ങനെ മഹാബലി നാടുകടത്താൻ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ ഭഗവാൻ അതിന് വഴങ്ങി. അങ്ങനെ ഒരു നാൾ മഹാബലി അശ്വമേധയാഗം കഴിഞ്ഞ് മഹാറാണി വിന്ധ്യാവലി മധ്യേ ഇരിക്കവേ ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. വിഷ്ണുഭക്തനായ രാജാവ് അതിന് സമ്മതിച്ചു. വാമനൻ പെട്ടെന്ന് ആകാശം മുട്ടെ വളർന്നു. എന്നിട്ട് ആദ്യ ചുവട് ഭൂമിയും രണ്ടാമത്തെ ചുവടും കൊണ്ട് ആകാശവും അളന്നെടുത്തു. അപ്പൊ മൂന്നാമത്തെ ചുവടോ? മൂന്നാമത്തെ ചുവട് എവിടെ വയ്ക്കുമെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. സത്യസന്ധനായ മഹാബലി തന്റെ വാക്കു പാലിക്കുവാനായി ശിരസ് കുനിച്ചു കൊടുത്തു. മഹാബലിയെ മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി വിട പറയുന്നതിന് മുൻപ് രാജാവിന്റെ ആഗ്രഹപ്രകാരം താൻ ജീവതുല്യം സ്നേഹിക്കുന്ന പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണുന്നതിനുള്ള വരം ഭഗവാൻ കൊടുത്തു. അങ്ങനെ മാവേലി വനനെ ആണ്ടിലൊരിക്കൽ നമ്മൾ മലയാളികളെല്ലാം വരവേൽക്കുന്ന ഈ ദിവസമാണ് നമ്മുടെയെല്ലാം പൊന്നോണം. ഏവർക്കും എൽഫോ ലൈൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.